ഇൻ്റർനാഷണൽ എക്കണോമിക്സിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇതിലെന്താണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈസ് എ കോമ്പോണൻറ്റ് ഓഫ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞാണത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നതാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വാസ് ഓപ്പൺഡ് ടു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ 1992. 1992 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. Since then, there has been a significant increase in the portfolio investment by foreign institutional investors. അതുകൊണ്ട് 1992 ശേഷം ഇന്ത്യയിലെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് ഇന്ത്യയുടെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തു. എന്താണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ്, അതായത് ഇൻക്ലൂഡിങ് ട്രാൻസാക്ഷൻസ് ഇൻ ഇക്വിറ്റി, സെക്യൂരിറ്റീസ് സച്ച് ആസ് കോമൺ സ്റ്റോക്ക്, ഡെപ്റ്റ് സെക്യൂരിറ്റീസ് സച്ച് ആസ് ബാങ്ക് നോട്ട്സ്, ബോൺഡ്സ്, ഡെബഞ്ചേഴ്സ്, അതൊക്കെയാണ് അതിൽ വരിക. ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് അതിനെ നമ്മൾ പോർട്ട്ഫോളിയോ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ്, അതാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ 1992 ശേഷം ഇൻക്രീസ് ചെയ്തു. ആസ് പെർ റെഗുലേഷൻ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മേ ഇൻവെസ്റ്റ് ഓൺലി ഇൻ, അതായത് റെഗുലേഷൻ പ്രകാരം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് എവിടെ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഫസ്റ്റ് വൺ, ദി സെക്യൂരിറ്റീസ് ഇൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിൻ്റെയും സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഷെയർസ്, ഡെബഞ്ചേഴ്സ് ആൻഡ് വാറൻറ്റ്സ് ഓഫ് കമ്പനീസ് ലിസ്റ്റഡ് ഓൺ എ രജിസ്റ്റേർഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ രജിസ്റ്റേർഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനീസ്, അവിടെയെല്ലാം തന്നെ എന്ത് ചെയ്യാം? സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാം. എവിടെയൊക്കെ പറ്റുള്ളൂ? ദ സെക്യൂരിറ്റീസ് ഇൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്സ് ഇൻക്ലൂഡിങ് ഷെയർസ്, ഡെബഞ്ചേഴ്സ് ആൻഡ് വാറൻറ്റ്സ് ഓഫ് കമ്പനീസ് ലിസ്റ്റഡ് ഓൺ എ രജിസ്റ്റേർഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ദെൻ സെക്കൻഡ് വൺ, ദ യൂണിറ്റ്സ് ഓഫ് സ്കീംസ് ഫ്ലോട്ടഡ് ബൈ ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട്സ്. അതായത് ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട്സിൽ വരുന്ന സ്കീംസുകൾ, അതായത് ഇൻക്ലൂഡിങ് UTI, വെദർ ലിസ്റ്റഡ് ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു UTI എന്ന് പറഞ്ഞു. ദ യൂണിറ്റ്സ് ഓഫ് സ്കീം ഫ്ലോട്ടഡ് ബൈ ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട്സ് ഇൻക്ലൂഡിങ് UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, വെദർ ലിസ്റ്റഡ് ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരുന്ന അതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതാണ് രണ്ട് കാര്യങ്ങൾ. ഈ രണ്ടിടത്ത് മാത്രമേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 1992 കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞത്. ഇൻ 1996 ദ ഗവൺമെൻറ് ലിബറലൈസ്ഡ് ദി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പോളിസി, allowing investors to invest in unlisted companies and in corporate and government securities. 1996 ഗവൺമെൻറ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പോളിസി FIIS, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പോളിസീനെ എന്ത് ചെയ്തു? ഗവൺമെൻറ് ലിബറലൈസ് ചെയ്തു. എന്തൊക്കെ ലിബറലൈസേഷനാണ് വന്നത്? allowing investors to invest in unlisted companies. അൺലിസ്റ്റഡ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് പെർമിഷൻ കിട്ടി. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും അതുപോലെ തന്നെ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പെർമിഷനും കിട്ടി 1996.
ഇവിടെ നേരത്തെ പറഞ്ഞു ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയും. ഇവിടെ 1996 ആകുമ്പോഴത്തേക്കും അൺലിസ്റ്റഡ് കമ്പനീസും കൂടെ അതിൽ ഉൾപ്പെട്ടു. The overall effect of foreign institutional investors and the financial joint ventures has been the introduction of international practices and systems to the Indian securities industry. അതായത് the overall effect of foreign institutional investors and the financial joint ventures, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഓവറോൾ എഫക്റ്റ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ജോയിൻറ്റ് വെഞ്ചേഴ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതാണ് ഉദ്ദേശിച്ചത്. ഹാസ് ബീൻ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻ്റർനാഷണൽ പ്രാക്ടീസസ് ആൻഡ് സിസ്റ്റംസ് ടു ദ ഇന്ത്യൻ സെക്യൂരിറ്റീസ് ഇൻഡസ്ട്രി. ഇന്ത്യൻ സെക്യൂരിറ്റീസ് ഇൻഡസ്ട്രിയിൽ കുറേയധികം സിസ്റ്റംസ് അഡോപ്റ്റ് ചെയ്ത വഴിയും ഇൻ്റർനാഷണൽ പ്രാക്ടീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വഴിയാണ് ഈ പറയുന്ന ജോയിൻറ്റ് വെഞ്ചേഴ്സ് സക്സസ് ആയത്. അതാണ് ഈ പറയുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഓവറോൾ എഫക്റ്റ്. ദ ഓവറോൾ എഫക്റ്റ് ഓഫ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദി ഫിനാൻഷ്യൽ ജോയിൻറ്റ് വെഞ്ചേഴ്സ്. എന്താണ് ഈ ഓവറോൾ എഫക്റ്റ്? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഫിനാൻഷ്യൽ ജോയിൻറ്റ് വെഞ്ചേഴ്സിൻ്റെയും ഓവറോൾ എഫക്റ്റ് എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻ്റർനാഷണൽ പ്രാക്ടീസസ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ സിസ്റ്റംസ് ടു ദ ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ സിസ്റ്റംസ് അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്.